ഗിരീഷ് സാറിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ടുള്ള റൗണ്ടാണ്. പെർഫോം ചെയ്യാൻ എത്തുന്നു ശിവപ്രിയ. കാത്തിരിപ്പൂ
ഹായ് ശിവപ്രിയ. ഹായ് ശിവപ്രിയ. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഇല്ല. പിന്നെ എന്തായിരുന്നു? വിദ്യാസാഗർ സാറിന്റെ പാട്ടാണ്, നല്ല ശ്വാസമാണ്. സാറിന്റെ പാട്ടിന്റെ ഏറ്റവും ഒരു ഇത് ശ്വാസമേ ഇല്ല. എല്ലാ പാട്ടുകളും അതെ ശ്വാസം. അതെ, പക്ഷെ ഫീല് ഭയങ്കര. അയ്യോ പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേ, ശ്വാസം നമ്മള് സിംഗേഴ്സിന് ഭയങ്കര ചലഞ്ചാ, കഷ്ടപ്പെടും നമ്മള്. അപ്പൊ പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു? അതേ കിടക്കും. ശിവപ്രിയ നന്നായിരുന്നു. എന്താ പറയാ, ഞങ്ങളെ വാവ് എന്നൊക്കെ പറഞ്ഞില്ലേ, നന്നായിരുന്നു. നല്ല തക്കളുപയായിരുന്നു. എന്നാൽ ഈ പാട്ടില് കാത്തിരിപ്പു കൺമണി ഫസ്റ്റ് തുടങ്ങുന്നത് താളം നമുക്ക് ഒരു ഡൗട്ടിലേക്ക് വരും. അത് കറക്റ്റായിട്ട് അത് തുടങ്ങി എടുക്കാനായിട്ട് അതൊക്കെ ഈസി ആയിട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ആകെ അടങ്ങാത്ത കടൽ പോലെ, അതെന്താ പോലെ മാത്രം ഒന്ന്, അടങ്ങാത്ത കടൽ പോലെ. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. അടുത്തതും ശരൽക്കാലമുകിൽ പോലെ. അത് ശരൽക്കാലമുകിൽ പോലെ. ഓക്കെ ശരൽക്കാലമുകിൽ പോലെ. ക്ലിയർ. ഓക്കെ, ചിലപ്പോ എനിക്ക് നേരെ കേൾക്കാത്തോണ്ടായിരിക്കും. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതാണ് അത്. ബാക്കിയൊന്നും എനിക്ക്, കാരണം ഞാനത് കേട്ട് ലയിച്ചോണ്ടിരിക്കുവായിരുന്നു. അതായത് നമുക്ക് മോർ എൻജോയ് സംടൈംസ് ഇവിടെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നത് ഒരു ഓഡിയൻസ് ആയിട്ട്, ഒരു പ്രേക്ഷകയായിട്ട് കിട്ടുന്ന ചില നേരങ്ങളുണ്ട്. ആ നേരം പിന്നെ അതങ്ങ് അത് എൻജോയ് ചെയ്യുക. അപ്പൊ നന്നായിട്ട് ലാസ്റ്റത്തെ നിർത്തിയതും എല്ലാം നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി എനിക്ക് തന്നെ വന്നത് കെട്ടിപ്പിടിക്കണമെന്നാണ്. എനിക്ക് ഇവരെല്ലാരും ഭയങ്കരമായിട്ട് പറഞ്ഞപ്പോ ഐ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. കെട്ടിപ്പിടിക്കൂ പ്ലീസ്, ഞങ്ങൾ കാണട്ടെ. കെട്ടിപ്പിടിക്കൂ. ഞാൻ വിചാരിച്ചു രഞ്ജിനി എടുക്കാൻ പോവാന്ന്. എന്റെ ചേച്ചി ഇങ്ങനത്തെ ഒരു, അതായത് ശിവപ്രിയ പാടിയപ്പോഴേ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സീറ്റിലേക്ക് വന്നിരുന്നത്. എന്ന് പറഞ്ഞ 2 ലൈൻ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഈ പാട്ടാണോ പാടണേന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി വന്നിരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ കൊറേ ആസ്വദിച്ചു. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിന്ന് പോയി എന്നെ. ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിലവോടെ മോഹാർദ്രമേ മൺതോണിയിൽ കാത്തിരിപ്പൂ മുഖമാ. കാരണം എന്താന്ന് വെച്ചാൽ ശിവപ്രിയയുടെ ഓപ്പൺ വോയിസ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ കുട്ടിയുടെ വോയിസ് ഇങ്ങനെയല്ലല്ലോ എന്ന്. ആക്ച്വലി എൻ്റെ വോയിസ് ഇതാണ്. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ ബാസ് വോയിസ് ആയി. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അത് പറയാതിരിക്കാൻ, എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പാട്ട് കഴിഞ്ഞ് ഈ 3 പേര് പറയുന്നതിലും ഒരു 4 മടങ്ങ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ അവിടെ പറയുന്നുണ്ട്. അന്ന് കാണിച്ചവര്, നീ നിന്റെ പഴയ വോയിസിൽ വാ, ഇതല്ല നീ എന്ന് ഞങ്ങൾക്ക് അവിടെ വന്ന് പറയണം എന്നുണ്ട്. നീ നിന്റെ പഴയ വോയിസിലോട്ട് വാ, ആ ചെറിയ വോയിസിലോട്ട് നീ വാന്നവര് എന്നും 100 കണക്കിന് മെസ്സേജ് അവരെനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ചേച്ചി ഞാനിവിടെ കയറി നിന്നപ്പം രാധികേച്ചി വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എക്സൈറ്റഡ് ആവുന്നതാ നിന്റെ പ്രശ്നം, പാട്ട് പാടാൻ നിൽക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് നീ കുറയ്ക്ക്, നിനക്ക് പറ്റും, എക്സൈറ്റ്മെന്റ് കുറച്ചാൽ പറ്റും എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്കിന്റെ പേരിൽ ഞാൻ എക്സൈറ്റ്മെന്റ് കുറച്ച് നിന്നു. എന്നിട്ട് ഇവിടെ നിന്നിട്ടും ചേച്ചി അവിടെ നിന്നോണ്ട് പറഞ്ഞു കുറയ്ക്കെന്ന് പറഞ്ഞോണ്ട് ആ ഒറ്റ കൈയുടെ ആ താളത്തിലാണ് ഞാൻ ഇത്രയും നിന്നത്. എനിക്കൊന്നും പറയാനില്ല. ഇത് ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ് ആയിപ്പോയി എനിക്ക്. പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റാണ്ടായിപ്പോയി. ഒട്ടും റൊമാൻസ് ഒന്നും ലൈഫിൽ ഇപ്പൊ പാട്ടൊന്നും കേൾക്കുമ്പോ തോന്നാത്ത എനിക്ക് ഭയങ്കരമായിട്ട് ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നിപ്പോയി. അല്ല, ഇനി തൊട്ട് ഞങ്ങൾക്ക് ഇതുപോലെ എണീറ്റ് ഓടി പോണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കയറ് കെട്ടി തൂങ്ങുന്ന നമ്മള് തൂങ്ങി എവിടെ പോയി. കയറ് കെട്ടി തൂക്കണ കാര്യം പറയാറുണ്ട്. അല്ലല്ല, കയറി തൂങ്ങി എവിടെ പോയി, കെട്ടിപ്പിടിക്കുന്നു, തിരിച്ചവിടെ പോയിരിക്കുന്നു അല്ലേ? അത് പറഞ്ഞെന്നുള്ള ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന. രഞ്ജിനി ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ രഞ്ജിനി
പോയിട്ട് ശിവപ്രിയനെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുമ്പോൾ അതേപോലെ പോയി കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് രണ്ട് വ്യക്തികൾ കൂടി ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത്. അതെ ആ, തീർച്ചയായും. നിങ്ങളും വന്ന് നിങ്ങളും വന്ന് കെട്ടിപ്പിടിക്കുക. കെട്ടിപ്പിടിക്കും. ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ അങ്ങനെ ഓൾറെഡി വോയിസ് ഉള്ള ശിവപ്രിയ യു ട്രൈങ് ഔട്ട് ന്യൂ വോയിസസ് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു ശ്രമിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ പാടിയെന്നുള്ള അതും എനിക്ക് പാട്ടും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മോനെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്റെ ശബ്ദം അങ്ങ് ശബ്ദം മാറി. മാറിപ്പോയി. എങ്ങനെ 2 വയസ്സായി കുഞ്ഞിന്, പക്ഷെ ഇപ്പോഴും വരൂ. ശബ്ദം പഴയ പോലെ ചെറുതായിട്ട് ഓ വരുന്നില്ല. എന്റെ ശിവപ്രിയ എന്തൊക്കെയോ താൻ ഇവിടെ പാടിയിട്ടുണ്ട്, പക്ഷെ ഇത് ഒരു എവിടേക്കോ പോയി. ദാ ഗ്രൂമേഴ്സ്, രാധികേച്ചിയുടെ ഒരൊറ്റ വാക്കിന്മേൽ വന്ന കോൺഫിഡൻസ് അല്ലേ? അവര് ഒരു ഞാൻ ആദ്യം പാട്ട് ചേച്ചി- സെലക്ട് ചെയ്ത് ഞാൻ കുറെ പാട്ട് കൊടുത്തിട്ട് അവര് പറഞ്ഞു മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി കൊടുത്ത് തന്നതാ. പേടിച്ചുപോയി. വിദ്യാസാഗർ സാറിന്റെ പാട്ടാന്ന് തന്നേന്ന് കണ്ടപ്പോ പേടിച്ചുപോയി. ശ്വാസത്തിന്റെ പ്രശ്നം. അത് ശ്വാസം ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ശ്വാസം എടുക്കുന്ന നമുക്ക് കേൾക്കാം, എന്നിട്ടും നെക്സ്റ്റ് ലൈൻ വരുമ്പോഴത്തേക്കും പിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. Thank you. ഭയങ്കരമായിട്ട് യു സ്റ്റോൾ മൈ ഹാർട്ട്. നീ കാത്തിരുന്നാ മതി എന്നെ. ഓക്കെ, എനിവേസ് ഞാൻ അങ്ങോട്ട് പോവാണ്. ഓക്കെ ബൈ. എനിക്ക് ഇതിലൊന്നും പറയാനില്ല. എന്നെ ഞെട്ടിച്ചു എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെവിടെയാണ് ആ ഒരു പൂഞ്ചിപ്പിയൽ എന്ന് പറയുന്നത്, ആ ഒരു പ്ലേസിൽ ഞാൻ വളരെ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ ഒരു കാരണം മനസ്സിലായി. വോയിസ് തിക്നെസ് കൂടുതലാണ്. ആ തിക്നെസ് കൂടുതൽ ഇങ്ങനത്തെ ചെറിയ സ്പൃതങ്ങളും സംഗതികളും ഓടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നിഷ്പ്രയാസം വേറെ എന്തോ ഒരു ആത്മാവ് ഉള്ളിൽ കയറിയിട്ട് അത് ഗംഭീരമായിട്ട് അങ്ങോട്ട് താങ്ക് യു സാർ, താങ്ക് യു. അതാണ്, വേറെ ഒന്നുമില്ല. പിന്നെ നിറമാർന്ന നിലവോടെ എന്ന് പറയുമ്പോഴത്തെ എക്സ്പ്രഷൻ, ലിറിക്കൽ എക്സ്പ്രഷൻസ്, ഒരു എക്സ്റ്റസി എന്ന് പറയുന്നത് നമുക്ക് ഇതിനപ്പുറത്തൊരു എക്സ്പ്രഷൻ അതിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അടങ്ങാത്ത കടൽ പോലെ എന്നൊക്കെ അവസാനം പാടുമ്പോൾ അടങ്ങാത്ത കടൽ എന്ന് പറയുന്നത് നമുക്ക് ഭാഷ അറിയാത്തവന് മനസ്സിലാവും അതെന്താ പാടിയിരിക്കുന്നത്. അടങ്ങാത്ത കടൽ പോലെ ശരൽക്കാല നില പോലെ ഏകാന്തമേ പൂഞ്ചിപ്പിൽ. അപ്പൊ എനിഹാവ് ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ട് പാടി. താങ്ക് യു. ഈ വോയിസ് വെച്ചിട്ട് ഇങ്ങനെ പാടിയെങ്കിൽ ഇനി ആ വോയിസ് നേരത്തെ വോയിസ്, ഐ മീൻ സ്മോൾ വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താകുമായിരിക്കും. അത് വരും. യു ആർ എ ഡോക്ടർ അല്ലേ? കൊണ്ടുവരും. ഒരു ഡോക്ടർ അല്ലേ? കൊണ്ടുവരും. ഡോക്ടറാണ്. ആ ആയുർവേദ ഡോക്ടറാണ്. എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്താൽ മതി. ചെയ്യുന്നുണ്ട് ഇപ്പൊ. ആ. ഞാനത് എന്റെ പഴയ ശബ്ദത്തിലോട്ട് വരും ഞാൻ. വന്നോടോ. I can see 50%. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് പുതിയ ശബ്ദവും. അതെ, പുതിയ അതെ. അത് ശബ്ദം. മാറിയും തിരിഞ്ഞും വരുന്നുണ്ട് ഇടയ്ക്ക്. എന്തായാലും പക്ഷേ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഡ്രസ് നന്നായിട്ടുണ്ട് കേട്ടാ. Thank you. സന്തോഷമായല്ലോ. സന്തോഷമായി. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 94. 94 ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിലെ 2ാം റൗണ്ടിലെ മാർക്സ് എത്രയാണെന്ന് നമുക്കറിയാം. മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസ് തരുന്ന ടോട്ടൽ മാർക്സ് എത്രയാണ്. ശിവപ്രിയ, Ma'am. ഉങ്ക മാർക്ക് ആഹാ 100ല് 98. Thank you. ആക്ച്വലി എനിക്ക് തോന്നുന്നു ആദ്യ റൗണ്ടുകളിലായിരുന്നു ശിവപ്രിയക്ക് നല്ല സ്കോർ കിട്ടിയിരുന്നു. അതെ, പിന്നെ അതെ. ഇടയ്ക്ക് ഒന്ന് മാർക്കൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു. അതെ. ഇപ്പൊ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അടിപൊളി. അടിപൊളി. ശിവപ്രിയ, ഞാനൊരു കാര്യം കൂടി പറയാം. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ശ്രമിക്കുക. രാധിക പറഞ്ഞു തന്നില്ലേ, എക്സൈറ്റ്മെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതെ, അതെ. അതായത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം, പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിൽക്കണം. ആ. നമ്മൾ കൈവിട്ടു പോകുന്ന എക്സൈറ്റ്മെന്റ് വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തിരി വൈബ്രേഷൻസ് അതെ, കൂടുതലുണ്ട്. അതെ, അത്രയും വൈബ്രേഷന്റെ ആവശ്യമില്ല, അതെ. ഭാവം കൊടുത്താൽ മതി അതെ. നമുക്ക്. ഇപ്പൊ പേടിച്ചിട്ടാണോന്ന് അറിയില്ല. പേടി മറികടക്കാൻ വേണ്ടി ചിലര് ഓവറായിട്ട് കാണിക്കില്ലേ, അതാണോന്നും അറിയില്ല. ഉള്ളിൽ നിന്നൊരു വിറയൽ വരുമ്പോ അങ്ങ് അതിപ്പോ excited നമ്മളിപ്പോ ആവും. മറക്കാനുണ്ട്. എനിക്കുണ്ട് സാർ ആ പ്രശ്നം. അല്ല, അതിനൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവരും നമുക്കൊക്കെ. നമുക്ക് അറിഞ്ഞുകൂടാ അതെന്താന്ന്. സാർ അല്ലേ? എന്നെയാണോ പറഞ്ഞത്? അതെ, അതെന്തായാലും വേണം. നമുക്ക് ചേച്ചിമാര് മതി, അവര് പറഞ്ഞു തരുമല്ല. ഓക്കെ, Okay, അപ്പൊ എന്തായാലും ഹാപ്പി. ഓക്കെ, ഓൾ ദി വെരി Thank you, ബെസ്റ്റ്. Shiv. താങ്ക് യു, താങ്ക് യു.